എല്ലാവർക്കും സഫി സോമിൻ്റെ മറ്റൊരു കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എപ്പോഴും കുട്ടി വീഡിയോ എന്നല്ലേ പറയുന്നത്. ഇന്നത്തെ വീഡിയോയും വളരെ വളരെ കുട്ടി വീഡിയോ ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എൻ്റെ കുറച്ച് കേക്കുകളും അതിൻ്റെ ഒരു എന്താ പറയുക, ആ കേക്കിലോട്ട് വന്ന ഒരു വഴിയും ഒക്കെ പറയാനാണ് വന്നത്. ഞാൻ കേക്കിലോട്ട് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ഞാനൊരു എന്താ പറയുക, ഒരു സാധാരണ വീട്ടിൽ കുക്ക് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് കഴിച്ചും അവർ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു ലെവലിൽ വന്ന ഒരാളാണ് ഞാൻ. അപ്പം പെട്ടെന്നൊരു ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്രണ്ട്സൊക്കെ വരുമ്പം കുക്ക് ചെയ്യുക, അവർക്ക് കൊടുക്കുക, അവർ നന്നായിട്ട് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറയുക. അവർ ഈ കഴിച്ച് നമുക്കൊരാൾ ഫുഡ് കഴിക്കുമ്പോൾ അറിയാൻ പറ്റും അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. അപ്പോൾ അവർ നന്നായിട്ട് കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ കഴിക്കുന്നതിൽ കൂടുതൽ കഴിച്ചിട്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നും. അപ്പം അങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പണ്ട് എൻ്റെ വീടെന്ന് പറഞ്ഞാൽ മറ്റേ ഈ ഓല മേഞ്ഞ വീട്, വയലിനക്കരെയുള്ള വീട്, അങ്ങനെയൊക്കെ ആ ഒരു വയലിൻ്റെ ഒക്കെ അടുത്തൊരു പണ പോലത്തെ സ്ഥലം. അത് കഴിഞ്ഞ് നമ്മളെ വീട് ഒരു വരമ്പിന് ഇപ്പുറം വീട്. പണ്ടത്തെ ഒരു ഓല മേഞ്ഞ മണ്ണ് കെട്ടിയ വീട്. അപ്പോൾ അവിടെ അടുക്കളയെന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം. അതിനിടയ്ക്ക് ഒരു മെസ്സേജ് വന്നതാണ്, ഞാൻ അതൊന്ന് സൈലൻ്റ് ആക്കിയിട്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, എൻ്റെ സൈലൻ്റ് ആക്കുന്നത് കാണാനില്ല. സൈലൻ്റ് ആക്കി, ഓക്കെ സൈലൻ്റ് ആക്കി. അപ്പം അത് പറഞ്ഞു വന്നത് എവിടെയോ പോയി, പോട്ടെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു മണ്ണ് കെട്ടിയ നമ്മുടെ ആ ഒരു വീട്ടിൽ നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോഴത്തെ സമയത്ത് ഞാനൊരു ഏകദേശം 16 വയസ്സ് ആ ഒരു പ്രായത്തിലൊക്കെ നമ്മളെ വീട്ടിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യൂലേ. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുള്ള സമയത്ത് ഞാൻ എന്തെങ്കിലും അടുപ്പെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പകൽ സമയത്ത് കൂടി നമുക്ക് മെഴുകുതിരി ഇല്ല, മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെക്കണം. അപ്പം മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് പറയുമ്പോൾ ഞാനിങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ട് ചെയ്യും. ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു, കടുകിട്ടു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഓൺ വോയിസ് കൊടുത്ത് ചെയ്യാനായിട്ട്. പക്ഷെ അതിനുള്ള സാഹചര്യം നമ്മൾ താമസിക്കുന്നിടത്ത് അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ഈ കുക്കിങ്ങിനായിട്ട് അങ്ങനൊരു സമയം ഞാൻ കണ്ടെത്തണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. എന്തായാലും പോകെ ചിലപ്പം ഞാൻ അങ്ങനെയൊക്കെ മാറാൻ സാധ്യതയുണ്ട്. ആഗ്രഹമുണ്ട് കുറച്ച് കേക്കിൻ്റെ വീഡിയോസ് ചെയ്യുന്ന രീതി അങ്ങനെയൊക്കെ ഇടണമെന്നും അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പം ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ പറയും, മനസ്സിലിങ്ങനെ പറഞ്ഞിട്ടും ചിലപ്പോൾ ഉറക്കെയായിരിക്കും പറയുന്നത്, സവാള ഇടുക, ഇളക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കുക്കിങ്ങിനോട് പണ്ടേ കുഞ്ഞിലേ ഉണ്ട്, ചെറുതിലേ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് ഈ പുതിയ പുതിയ ഡിഷ് അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ കോട്ടയത്തൊരു വീട്ടിൽ ജോലിക്ക് നിന്ന സമയത്താണ്, അവിടെയാണ് കുക്കിങ്ങിൻ്റെ ഒരു എന്താ പറയുക, ഒരു കലവറയെന്ന് തന്നെ പറയാം. അത് മലബാറുകാരായിരുന്നു, നമ്മുടെ തലശ്ശേരിക്കാരായിരുന്നു. അവരുടെ വീട്ടിലായിരുന്നു നിന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഫുഡാണോ, ഒരു രക്ഷയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരുപാട് ടൈപ്പ് ഫുഡുകളാണ് ഞാൻ അവിടെ കണ്ടതും. പിന്നെ അത് പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചു, അവിടുത്തെ ഇത്ത ചെയ്യുന്നത് കണ്ടു പഠിച്ചു. പിന്നീട് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ് ഞാൻ ചെയ്തു പഠിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു ഏരിയയായി മാറി. പിന്നെ കുക്കിങ് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പാത്രം കഴുകാൻ പഠിച്ചിരിക്കണം. പാത്രം കഴുകലെന്ന് പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പാത്രം കഴുകാൻ ഇഷ്ടം പോലെ വരും. മിക്ക ആളുകൾക്കും കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, പാത്രം കഴുകാൻ ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ പാത്രം കഴുകി കൊടുത്തേ പറ്റൂ. പാത്രം കഴുകുക എന്നതാണ് എപ്പോഴും നമ്മൾ കുക്കിങ്ങിൻ്റെ ഒരു മുന്നോടി എന്ന് പറയുന്നത്. മാക്സിമം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പാത്രം കഴുകി പോകുന്നതാണ് നല്ലത്. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പം മീൻകറിയൊക്കെ അടുപ്പിൽ വെച്ചിട്ട് ഞാൻ രാവിലെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചോറ് മീൻകറിയെല്ലാം അടുപ്പിലൂടെ വെച്ചിട്ട് ആ പാത്രം ഈ മീൻകറിയൊക്കെ അടുപ്പിൽ വേകുന്ന സമയത്ത് ഈ പാത്രങ്ങൾ കഴുകാം. അപ്പം 2 ജോലി ഒരുമിച്ച് നടക്കും. എനിക്ക് കിച്ചണിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോൾ അതാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. നമ്മളെപ്പോഴും പ്ലാൻ ചെയ്ത് കിച്ചണിൽ കയറിയാലും നമ്മളെ ജോലികൾ പെട്ടെന്ന് നടക്കും. നമ്മൾ പ്ലാൻ ചെയ്യണം. രാവിലെ ആദ്യം നമ്മൾ ഇന്നതാണ് ഒരടുപ്പിൽ വെക്കുന്നത്, അടുത്ത അടുപ്പിൽ ഇന്നതാണ് വെക്കുന്നത്, അടുത്ത അടുപ്പിൽ ഞാൻ ഇന്നതാണ് വെക്കുന്നത് എന്ന് വെച്ചാൽ ചിലപ്പം ഒരടുപ്പിൽ ചോറ്, ഒരടുപ്പിൽ തോരൻ, ഒരടുപ്പിൽ ഒരു ഒഴിച്ചുകറി, അല്ലെങ്കിൽ നമ്മൾ ടൈം ടേബിൾ നമ്മളൊരു പ്ലാൻ ചെയ്ത് കിച്ചണിൽ പോകണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, നമ്മൾ ആദ്യം ഒരടുപ്പിൽ ചോറിന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത അടുപ്പിൽ തോരനാണെങ്കിൽ തോരൻ്റെ എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം മീൻകറിയാണ് വെക്കുന്നത്, അത് സെറ്റ് ചെയ്ത് ഓക്കെ. അടുത്ത മീൻകറി വെക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ മീൻകറിക്ക് അരച്ച് എന്തായാലും ഈ കറി തിളച്ചതിന് ശേഷമല്ലേ മീൻ ഇടും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, മീൻ വെട്ടുന്നത് അവിടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അരപ്പ് അരച്ച് കലക്കി അടുപ്പിലൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ മീൻ വെട്ടാൻ പോയാൽ മീൻ വെട്ടി വരുമ്പോഴത്തേക്ക് ഇത് തിളയ്ക്കും. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മീൻ കഴുകി കറിയിലോട്ട് ഇടാൻ പറ്റും. അപ്പോൾ അത്രയും സമയം നമുക്ക് ലാഭമാക്കും.
അതുപോലെ തന്നെ ജോലികൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സിമ്പിളെന്ന് പറഞ്ഞാൽ നമ്മളെ കിച്ചണിൽ ജോലി നമ്മൾ ഭയങ്കര കൂടുതലാണ്, ഭയങ്കരമായിട്ട് നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യണം എന്ന് വിചാരിക്കുന്നതിന് പകരം നമ്മളെ കിച്ചണിലെ ജോലികൾ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. എളുപ്പം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ വെക്കുന്ന കറിയുടെ എന്നും ടേസ്റ്റാണ് നമ്മൾ ഈ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യുന്ന കറികൾ. നമുക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് മാത്രം മതി. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരുപാട് കറികൾ ഞാൻ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട്. മുമ്പൊക്കെ ആണെങ്കിൽ സവാളയൊക്കെ ഇട്ട് വഴറ്റി നല്ല വഴണ്ട് അത് മെറൂൺ കളറായി, എന്നിട്ട് അതിൻ്റെ അരപ്പിട്ട് അത് കഴിഞ്ഞ് ബീഫ് അങ്ങനെയൊക്കെ ബീഫ് കറി വെക്കുക. ഇപ്പം ഞാൻ നേരെ തിരിച്ചാണ്. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ബീഫ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടിയും കൂടെ ഇട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് കുഴച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിലിട്ട് ഒരു 5-6 വിസിലടുപ്പിക്കുമ്പം കറി റെഡി. പോത്ത് വെന്തു. അത് കഴിഞ്ഞ് ഒരു മൺചട്ടി അടുപ്പിലോട്ട് വെക്കുക. മൺചട്ടി അടുപ്പിലോട്ട് വെച്ച് അതിനകത്തോട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് ഉലുവ മാത്രം ഇട്ട് കൊടുക്കുക. ഉലുവയും ഇട്ട് 2 കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ബീഫ് നമ്മൾ ഇട്ട് കൊടുക്കുക. ബീഫ് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്ത് കുറച്ച് മുളക് പൊടിയാണ് നമ്മൾ ആദ്യം ബീഫിലിട്ടെങ്കിൽ ഈ എണ്ണയിലോട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് എടുത്തിടുക. എന്നിട്ട് ജസ്റ്റ് തിളപ്പിക്കുക, വറ്റിക്കുക. ലാസ്റ്റ് ആകുമ്പോൾ ഒരു ശകലം കൂടി ഗരം മസാല പൊടി തൂക്കി കൊടുക്കുക. 2 മല്ലിയില കീറി ഇട്ട് കൊടുക്കുക. ബീഫ് കറി റെഡി. അപ്പം പണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സവാള വഴട്ടി അത് വഴണ്ട് വന്ന് റെഡിയാക്കി അടുത്ത മസാല ഇട്ട് അത് വഴണ്ട് വന്ന്. പക്ഷേ ഇത് ഭയങ്കര സിമ്പിൾ കറിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. നല്ല തിക്ക് ഗ്രേവിയും കിട്ടും, നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല സൂപ്പറായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പം നമ്മളെപ്പോഴും കുക്ക് ചെയ്യുമ്പം സിമ്പിളായിട്ട് എന്നാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ട് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. കുക്കിംഗ് ഭയങ്കര സിമ്പിളാണ്. ഇനിയും എൻ്റെ കുറച്ച് കുറച്ചെന്നല്ല, എൻ്റെ ഒരുപാട് കുക്കിംഗ് ടിപ്സുമായിട്ട് ഞാൻ ഉടനെ വരും. ഞാൻ വരുന്നത് വരയ്ക്കും അത് ബൈ. ഞാൻ ഇത്രയും നേരവും പറഞ്ഞത് ഈ പറഞ്ഞ് കാട് കയറുക എന്നില്ലേ, അതാണ് സംഭവിച്ചത് കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ. ഞാൻ നേരത്തെ അതിൽ ബൈ പറഞ്ഞത് ശരിയായില്ല, അതുകൊണ്ടാണ് പിറ്റേന്ന് രാവിലെ ഒരു ബൈ പറയുന്നത്. അപ്പം എല്ലാവരും സഫീസോം കാണുകയും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും. കാണുന്നവരെല്ലാം ജസ്റ്റ് ഒരു കമൻ്റ് ഇടുക. കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മനസ്സിന്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.